ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇമ്മ്യൂണൈസേഷൻ അഥവാ രോഗപ്രതിരോധവൽക്കരണം. അതിൽ നമ്മൾ പറയാൻ പോകുന്ന രണ്ട് ടോപ്പിക്കുകളാണ് മെഡിസിനുകളും അതുപോലെ വാക്സിനുകളും. മെഡിസിൻസിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്കുകൾ. എന്താണ് ആൻറ്റിബയോട്ടിക്കുകൾ? നമ്മൾ ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണെന്ത്? ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ഈ ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്നത് ഫംഗസിൽ നിന്നാണ്. ഫംഗസുകളിൽ നിന്നാണ് ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആദ്യമായി കണ്ടെത്തിയ ആന്റിബയോട്ടിക് ആണ് പെനിസിലിൻ. പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ് ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ ഉണ്ടാക്കിയത്. അപ്പൊ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് ഇത് പെൻസിലിൻ. പെൻസിലിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് ഉണ്ടാക്കിയത് ഏത് ഫംഗസിൽ നിന്നാണ്? പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്നാണ്. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് എന്ത് കണ്ടെത്തിയത്? ആദ്യത്തെ ആന്റിബയോട്ടിക് ആയ പെൻസിലിൻ കണ്ടെത്തിയത്. ഇത് അദ്ദേഹം ആക്സിഡന്റലി ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ഡിസ്കവറി ആയിരുന്നു. ആക്സിഡന്റലി ആണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ പെൻസിലിൻ കണ്ടെത്തിയത്. അങ്ങനെ നമ്മൾ സയൻസിൽ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് അറിയാതെ ഡിസ്കവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെറൻഡിപിറ്റി. സയൻസിൽ നമ്മൾ ആക്സിഡന്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സെറൻഡിപിറ്റി. ഓക്കെ, ഇനി ആന്റിബയോട്ടിക്സിന് എക്സാമ്പിളുകളാണ് അമോക്സിലിൻ, ടെട്രാസൈക്ലിൻ, ആംബിസിലിൻ. ഓക്കെ, അപ്പൊ എന്താണ് ആന്റിബയോട്ടിക്സ്? നമ്മൾ ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് എന്ത്? ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് ഫംഗസിൽ നിന്നാണ്. ആദ്യമായി കണ്ടെത്തിയ ബയോട്ടിക് ആണ് പെനിസിലിൻ. പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറഞ്ഞ ഫംഗസിൽ നിന്ന് 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഇത് കണ്ടെത്തിയത്. നമ്മൾ സയൻസിൽ ആക്സിഡന്റലി ഡിസ്കവർ ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? സെറൻഡിപിറ്റി. ഓക്കെ, ഇനി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക്സ് ആണ് ഇത്? അമോക്സിലിൻ, ആംബിസിലിൻ, ടെട്രാസൈക്ലിൻ. ഓക്കെ, അതൊക്കെയാണ് വരുന്നത്. ഇനി അടുത്ത വിഭാഗത്തിൽ പെടുന്നതാണ് ആന്റിപൈററ്റിക്സ്. ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരീര താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് എന്ത്? ശരീര താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് എന്ത്? ആന്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? പാരസെറ്റമോൾ. ഓക്കെ, പാരസെറ്റമോൾ. അപ്പൊ ആന്റിപൈററ്റിക്സ് എന്താണ്? നമ്മളെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ശരീര താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് എന്ത്? ആന്റിപൈററ്റിക്സ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിപൈററ്റിക്സ് ആണ് ഇത്? പാരസെറ്റമോൾ. ഓക്കെ, അടുത്തതാണ് അനാൽജസിക്സ്. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് ആണ്. അതായത് വേദന സംഹാരികളാണ് എന്ത്? അനാൽജസിക്സ് എന്ന് പറയുന്നത്. അനാൽജസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന സംഹാരികൾ അഥവാ പെയിൻ കില്ലേഴ്സ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്ന് മോർഫിൻ, രണ്ടാമത്തത് ആസ്പിരിൻ. ഓക്കെ, ആസ്പിരിൻ ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട്? അസറ്റൈൽ സാലിസിലിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നറിയപ്പെടുന്നതാണ് എന്ത്? ആസ്പിരിൻ. ആസ്പിരിൻ കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ഓക്കെ, അപ്പൊ വേദന സംഹാരികളാണ് എന്ത്? അനാൽജസിക്സ് എന്ന് പറയുന്നത്. അനാൽജസിക്സിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മോർഫിൻ ആണ്. മറ്റൊന്നാണ് ആസ്പിരിൻ. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നും ആസ്പിരിൻ അറിയപ്പെടുന്നുണ്ട്. അത് കണ്ടെത്തിയത് ഫെലിക്സ് ഹോഫ്മാൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ അണുനാശിനികൾ.
അതായത് നമ്മളെ ബോഡി സർഫേസിലുള്ള ശരീരത്തിന് പുറത്തുള്ള ജേംസിനെ അല്ലെങ്കിൽ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ബോഡി സർഫേസ് അതായത് ശരീരത്തിന് പുറത്തുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് മെഡിസിൻസ് ആണ് എന്താണ് നാശിനികൾ അഥവാ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. നമുക്കറിയാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡെറ്റോൾ, അതുപോലെ സ്പിരിറ്റ്, പിന്നെ നമ്മളിപ്പം ഈ കൊറോണ കാലത്ത് യൂസ് ചെയ്യുന്ന ഹാൻഡ് സാനിറ്റൈസർ, അതൊക്കെ എന്താണ് അണുനാശിനികൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് വരുന്നത് ആന്റി വെനം. ഓക്കെ, നമുക്കറിയാം പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഉപയോഗിക്കുന്നതാണ് എന്ത് പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്നതാണ് എന്ത് ആന്റി വെനം എന്ന് പറയുന്നത്. ആന്റി വെനം എന്താ കെമിക്കലി അതെന്താണ് പ്രോട്ടീൻ ആണ്. ആന്റി വെനം എന്ന് പറയുന്നത് കെമിക്കലി എന്താണ് പ്രോട്ടീൻ ആണ്. ഓക്കെ, പാമ്പിൻ വിഷത്തിനെതിരെയാണ് സ്നേക്ക് വെനത്തിനെതിരെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ആന്റി വെനം ഉപയോഗിക്കുന്നത്. ഇനി ആന്റി വെനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ജീവിയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ അത് ഹോഴ്സ് കുതിരേനെയാണ് ഉപയോഗിക്കുക. ഓക്കെ, ആന്റിവെനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റിവെനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് കുതിരയാണ്. അതായത് സ്നേക്ക് വെനം വളരെ കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഹോഴ്സിലേക്ക് കുത്തിവെക്കും. അങ്ങനെ ഹോഴ്സ് അതിനെതിരെയുള്ള ആന്റിവെനം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് ആന്റിവെനം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആന്റിവെനം എന്ന് പറയുന്നത് എന്താണ് കെമിക്കലി അതെന്താണ് പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് വരുന്നത് മെഡിസിൻസ് വരുന്നത്. ആന്റിബയോട്ടിക്സ് ബാക്ടീരിയക്കെതിരെ, ആന്റിബയോട്ടിക്സ് ബാക്ടീരിയന്റെ സെൽവാള് നശിപ്പിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒക്കെ കോശഭിത്തി അഥവാ സെൽവാള് നശിപ്പിച്ചിട്ടാണ് ആന്റിബയോട്ടിക്സ് നമ്മളെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, ബാക്ടീരിയക്കെതിരെ ഉപയോഗിക്കുന്നതാണ് എന്ത് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത് ആന്റിപൈററ്റിക്സ്, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, ശരീര താപനില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ആന്റിപൈററ്റിക്സ്. പിന്നെയാണ് അനാൽജസിക്സ്, അത് വേദന സംഹാരികൾ പെയിൻ കില്ലേഴ്സ് ആണ്. പിന്നെ ആന്റിസെപ്റ്റിക്, നമ്മളെ ബോഡി സർഫേസിലുള്ള അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആന്റിസെപ്റ്റിക്. അത് അടുത്തതാണ് എന്ത് ആന്റിവെനം, പാമ്പിൻ വിഷത്തിനെതിരെ ഉപയോഗിക്കുന്നതാണ് എന്ത് ആന്റിവെനം എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാനുള്ളതാണ് എന്ത് വാക്സിൻസ്. മെഡിസിൻസ് പറയുന്നതോടൊപ്പം തന്നെ പറയാനുള്ളതാണ് എന്ത് വാക്സിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ അതിനെ പ്രതിരോധിക്കും. അപ്പൊ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം വരികയാണെങ്കിൽ രോഗാണുക്കൾ എന്ത് ചെയ്യും ശരീരത്തിൽ വ്യാപിക്കും, പെരുകും. ഓക്കെ, അപ്പൊ ഈ രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കാനുള്ള കൃത്രിമ മാർഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യും അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വൈകുകയാണെങ്കിൽ അതിന് കാലതാമസം സംഭവിച്ചാൽ രോഗാണുക്കൾ നമ്മളെ ശരീരത്തിൽ എന്തുണ്ടാക്കും പെരുകും, അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് പെരുകും, അത് ശരീരമാസകലം എന്ത് ചെയ്യും വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ ഈ രോഗാണുവിന്റെ ആക്രമണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിരോധ കോശങ്ങൾ നമ്മൾ നേരത്തെ തന്നെ സജ്ജമാക്കി വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കൃത്രിമ മാർഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രതിരോധവൽക്കരണം അഥവാ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത് ഈ വാക്സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ വാക്സിൻസ് എന്ന് പറയുന്നത്. വാക്സിൻസ് ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെ ബോഡിയിലുള്ള ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് ഇമ്മ്യൂണൈസേഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഓക്കെ, ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയത് ആരാണ് എഡ്വേർഡ് ജെന്നർ ആണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് എന്ത് വിളിക്കാം ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി. ഓക്കെ, ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത് ആരാണ് എഡ്വേർഡ് ജെന്നർ ആണ്. ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി എന്നറിയപ്പെടുന്നത് ആരാണ് എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ, ഇദ്ദേഹം സ്മോൾ പോക്സിന് എതിരെയാണ് വാക്സിൻ കണ്ടെത്തിയത്. സ്മോൾ പോക്സിന് എതിരെയാണ് എന്ത് കണ്ടെത്തിയത് വാക്സിൻ കണ്ടെത്തിയത്. ഓക്കെ, ഈ വാക്സിൻ എന്ന് പറയുന്നത് വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് എന്താണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അത് ഇൻജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുള്ളിമരുന്നായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് എന്ത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, അതായത് മദർ ടു ബേബി
കിട്ടും, മദേഴ്സ് മിൽക്കിൽ നിന്ന് കിട്ടും, ബ്രസ്റ്റ് മിൽക്ക് വഴി കിട്ടും. അതെന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അത് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. അത് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ഈ വാക്സിൻസിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കാം? വാക്സിൻസിൽ ജീവനുള്ളതോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കളാവാം, അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാവാം, അല്ലെങ്കിൽ രോഗകാരികളുടെ കോശഭാഗങ്ങളാവാം. ഓക്കെ, ഈ വാക്സിൻസിൽ എന്തൊക്കെയാവാം? ജീവനുള്ളതോ അല്ലെങ്കിൽ മൃതമാക്കപ്പെട്ടതോ അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കളാവാം, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാവാം, രോഗകാരികളുടെ കോശഭാഗങ്ങളാവാം. ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിന് അത് ഫോറിൻ ബോഡീസ് ആണ്. അപ്പൊ ഇത് ആന്റിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഭാഗങ്ങൾ ആന്റിജൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ വാക്സിൻസിലുള്ള ആ ഘടകങ്ങൾ ആന്റിജൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനെതിരെയാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ വാക്സിൻസിലുള്ള ഘടകങ്ങൾ ആന്റിജൻ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിന് എതിരെയായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് പറഞ്ഞത് നേരത്തെ, ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ വാക്സിൻസ് ഉപയോഗിക്കുന്നത്. അതിൽ ചില വാക്സിൻസ് നോക്കാം. BCG വാക്സിൻ ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നതാണ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്നതാണ് എന്ത്? BCG വാക്സിൻ. അതുപോലെ MMR ഉപയോഗിക്കുന്നത് മംസ് അഥവാ മുണ്ടിനീര്, അതുപോലെ മീസിൽസ്, അതുപോലെ റൂബല്ല. ഇതിനൊക്കെയാണ് MMR വാക്സിൻ ഉപയോഗിക്കുന്നത്. അതുപോലെ അടുത്തതാണ് DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അതുപോലെ മറ്റൊന്നാണ് വേരിസെല്ല. ഇത് ചിക്കൻ പോക്സിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ്. ഇത്രയുമാണ് എന്ത് വരുന്നത്? വാക്സിൻസ് വരുന്നത്. വാക്സിൻസ് എന്ന് പറയുന്നത് ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് എന്ത്? വാക്സിൻസ്. എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തുന്നത് സ്മോൾ പോക്സിനെതിരെ. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഫാദർ ഓഫ് ഇമ്മ്യൂണോളജി, രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. വാക്സിനിൽ ജീവനുള്ളതോ മൃതമാക്കപ്പെട്ടതോ നിർവീര്യമാക്കപ്പെട്ടതോ ആയ രോഗാണുക്കളാവാം, നിർവീര്യമാക്കപ്പെട്ട വിഷവസ്തുക്കളാവാം, അല്ലെങ്കിൽ രോഗകാരികളുടെ കോശഭാഗങ്ങളാവാം. ഇവ ആന്റിജൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെതിരെയാണ് ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൽ BCG ക്ഷയരോഗത്തിനെതിരെ, MMR മംസ്, മീസൽസ്, റൂബല്ല ഈ രോഗങ്ങൾക്കെതിരെ, DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, ടെറ്റനസ് എന്നിവയ്ക്കെതിരെ, വേരിസെല്ല ചിക്കൻ പോക്സിനെതിരെ. ഇത്തരം വീഡിയോസ് കൂടുതൽ ലഭിക്കാനായി ഡയറക്ഷൻ ഇ-ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്